എന്നാലും ഈ CCTV ദൃശ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റവും അവസാന സമയത്തുള്ള CCTV ദൃശ്യങ്ങളിലുമില്ല. അദ്ദേഹം ഈ കോൺഫിഡൻറ്റ് പെൻറ്റഗൺ എന്ന അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ താഴത്തെ നിലയിലെ ആയിരുന്നു ഈ IT ഉദ്യോഗസ്ഥർ ഫയലുകൾ പരിശോധിച്ചിരുന്നത്. ആ സമയത്ത് അദ്ദേഹം അവിടുന്ന് ഒന്നാമത്തെ നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ക്യാബിൻ ഉൾക്കൊള്ളുന്ന ഓഫീസിലേക്ക് പോകുകയും ഈ കതകടച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വെടിയൊച്ച കേൾക്കുകയും ചെയ്തിരുന്നു. എന്താണ് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളതാണ് അറിയാൻ ഉള്ളത്. അത് നമുക്കറിയാം, അദ്ദേഹം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അഭിമുഖങ്ങളും മറ്റുള്ളവരെ എങ്ങനെ പ്രചോദിപ്പിക്കാം എന്നുള്ളത് നൽകുന്നതാണ്. ഒരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും അദ്ദേഹത്തിനുള്ള ബാങ്ക് വായ്പയോ മറ്റാളുകളിൽ നിന്ന് കടം വാങ്ങുകയോ പലിശയ്ക്ക് ഈ വായ്പ എടുക്കുന്നതോ ഒരു തരത്തിലുള്ള നടപടികളും ചെയ്യാത്ത വ്യക്തിയാണെന്ന് അദ്ദേഹം സ്വയം പറയുന്നതാണ്. അദ്ദേഹം ഈ മരണത്തെ വരെ താൻ ഭയപ്പെടാത്ത വ്യക്തിയാണെന്നും ജീവിതം പരമാവധി ആഘോഷിക്കാനുള്ളതാണ് എന്നും പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് ഈ മരണം അദ്ദേഹം സ്വീകരിക്കാൻ തരത്തിലുള്ളൊരു മാനസിക പ്രയാസം എന്താണ് ഉണ്ടായത് എന്നുള്ളതാണ് അറിയേണ്ടത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് തൻ്റെ ഭാര്യയാണ് തൻ്റെ നട്ടല് എന്ന് പറയുന്നു. അങ്ങനെ ഈ കുടുംബ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും എല്ലാം തന്നെ ഭാഗത്തു നിന്ന് കേൾക്കാൻ കഴിയുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അത് കുടുംബത്തിൻ്റെ ആരോപണമാണ്. അതിന് പ്രാഥമികമായ ചില കാര്യങ്ങൾ മാത്രമാണ് CCTVയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇനി വിശാലമായി എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതിന് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ. എന്തായാലും നിഷാദ്, മറ്റൊരു കാര്യം കൂടി, ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മറ്റന്നാൾ എറണാകുളത്ത് ഇത് സംബന്ധിച്ചൊരു വിശദമായ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തും എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസം ആത്മാഹുതി ചെയ്ത CJ റോയിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം ബാംഗ്ലൂരിലെ ബനാർഘട്ടയിലാണ് നടക്കുക. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരും അവിടെ ഉണ്ട്. കേരളത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അന്വേഷണത്തിനിടയിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയാൻ കഴിയുന്ന ഒന്ന്, അവസാന നിമിഷങ്ങളിലെ ചില CCTV ഫുട്ടേജസ് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുമായി ഏതെങ്കിലും നിലയ്ക്കുള്ള തർക്ക ഉണ്ടാവുന്നതിൻ്റെ സംഗതികളില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഒരു അന്തിമമായ തെളിവ് എന്ന നിലയ്ക്ക് അതിനെ കാണാൻ കഴിയില്ല. കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഈ കേന്ദ്ര ഏജൻസികൾ വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് മേൽ ഉണ്ടാക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകളും കുടുംബാംഗങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഏത് നിലയ്ക്കുള്ള സമ്മർദ്ദമാണ്, ഭീഷണിയാണ് അദ്ദേഹം അനുഭവിച്ചത് എന്നത് വിശദമായ ഒരു പരിശോധന ആവശ്യമുള്ള കാര്യമാണ്. കർണാടക സർക്കാർ ഒരു ഹൈ ലെവൽ പ്രോബ് ഇക്കാര്യത്തിൽ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, തുടക്കം കുറിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതതല അന്വേഷണമാണ് കർണാടകയിൽ നടക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ വഴിവിട്ട് ഇടപെട്ടതിൻ്റെ സമ്മർദ്ദമാണോ ഇദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടത്. ആ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് കുടുംബാംഗങ്ങളിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുമെന്ന് പോലീസ് കരുതുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഐഫോണിൻ്റെ പാസ്വേഡ് കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ കിട്ടിയേക്കും എന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ട്. അപ്പോൾ ആ അന്വേഷണം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ കഴിയുന്നവരെ പോലീസ് ഹോൾഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകമായും വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള ഒരു മരണമായിരുന്നു CJ റോയുടേത് എന്ന് നമുക്കറിയാം. കേരളത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യവസായിയായിരുന്നു അദ്ദേഹം. വളരെ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം. വളരെ വിസിബിളായിട്ടുള്ള ഒരു വ്യവസായിയായിരുന്നു എന്ന് നമുക്ക് അറിയാം. കേരളത്തിലെ ടെലിവിഷൻ ഷോകളിലെ പ്രായോജകനായി അദ്ദേഹം എപ്പോഴും രംഗത്തുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള കഥകൾ നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനപ്രേമമൊക്കെ വലിയ തോതിൽ ട്രെൻഡിങ് ആയ സംഗതിയായിരുന്നു. എന്നു മാത്രവുമല്ല, ജീവകാരുണ്യ രംഗത്തെല്ലാം വലിയ തോതിൽ ഇടപെട്ടിരുന്ന ഒരാൾ, പ്രളയകാലത്ത് കേരളത്തിന് വലിയ സഹായം ചെയ്ത ഒരാൾ, ആ നിലയ്ക്കെല്ലാം മനുഷ്യരോട് അടുപ്പമുണ്ടായിരുന്ന, ചേർത്ത് നിർത്തിയിരുന്ന, കരുതലുണ്ടായിരുന്ന ഒരു വ്യവസായിയുടെ മരണം, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാൾ, ഒറ്റയ്ക്കുണ്ടാക്കിയ സാമ്രാജ്യത്തിൻ്റെ വലിയ കഥകൾ, ധീരമായ കഥകൾ മലയാളിയോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ, ആ നിലയ്ക്കെല്ലാം മലയാളിയുടെ ഒരു പരിചിത മുഖം എന്ന് വിളിക്കാൻ കഴിയുന്ന ആളായിരുന്നു CJ റോയ്. അപ്പം പ്രവാസി
വ്യവസായികളെയും അല്ലെങ്കിൽ പ്രവാസി മലയാളികളെയും എല്ലാം സംബന്ധിച്ച് അവർക്കിടയിലെല്ലാം സുപരിചിതനായിരുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു ഘട്ടത്തിൽ വ്യവസായ വികസനത്തിൻ്റെ വിജയത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കെ അപ്രതീക്ഷിതമായ ഒരു ദിവസം IT റെയ്ഡ് നടക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കതകടച്ച് സ്വയം വെടിവെച്ച് മരിക്കുകയാണ് ഉണ്ടായത്. അതിന് പിന്നിൽ ഉണ്ടായ ചേതോവികാരം എന്താണ് എന്നതിനെക്കുറിച്ച് സത്യത്തിൽ ആർക്കും ഒരു ഐഡിയ ഇല്ല എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം തേടുകയാണ് സത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണമെന്ന് നമുക്ക് പറയാൻ കഴിയും. അതിന് ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാലാണ് പോലീസിന് എത്തിച്ചേരാൻ കഴിയുക എന്നറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പക്കൽ അദ്ദേഹത്തിൻ്റെ ഐഫോണിൻ്റെ പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നിർണായകമായ വിവരങ്ങളിലേക്ക് വഴി തുറക്കുമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ബാംഗ്ലൂരിലെ ബനാർഘട്ടയിൽ ആണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം. ബാംഗ്ലൂരിൽ ഇപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ അവിടെ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് കൊളീഗ്സ് ആയിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ, മറ്റ് വ്യവസായ മേഖലയിൽ നിന്നുള്ള ആളുകൾ, കുടുംബാംഗങ്ങൾ എല്ലാവരും അവിടെ ഉണ്ട്. സാജിദ് അജ്മൽ തുടർന്ന് സാജിദ് അന്വേഷണത്തിലെ ഒരു പ്രധാന ഘടകം ഇനിയിപ്പോൾ ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ ഫോണിനകത്തെ വിവരങ്ങളായിരിക്കും അല്ലേ? തീർച്ചയായും ഈ ഫോണിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം അതീവ നിർണായകമാണ്. കാരണം അദ്ദേഹത്തിന് ഈ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിന് പ്രയാസം നേരിടുന്ന കാര്യങ്ങളുണ്ടോ, മറ്റാരുടെ അടുത്തെങ്കിലും നിന്നും അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം നേരിട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വ്യക്തമാകേണ്ടതുണ്ട്. അതിന് അദ്ദേഹം ഈ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോൺ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതിൽ സംശയമില്ല. അദ്ദേഹം ഈ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അദ്ദേഹം ഈ ഭീഷണി നേരിട്ടിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും എന്നതിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ ഈ വിശാലമായ സൗകര്യങ്ങളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം